സഹോദരങ്ങളെ, ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ വീണ്ടും ഹാർദമായി ഞങ്ങൾ സ്വാഗതം ചെയ്യും. സ്വർഗസ്ഥനായ ദൈവം നമ്മളോട് ഓരോരുത്തരോടും കാണിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം, അവൻ്റെ ദയയ്ക്കൊത്തവണ്ണം അവന് സ്തുതിയും സ്തോത്രവും നമുക്ക് കരയേറ്റാം. ആകുല നേരത്ത് ആശ്വാസദായകനായി നമ്മുടെ കൂടെ വന്ന ദൈവം, അവൻ എൻ്റെ സങ്കേതമാണെന്ന് എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയാൻ കഴിയും? അവൻ എൻ്റെ കോട്ടയാണെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും? അവൻ നമ്മുടെ അരികിലുണ്ട് എന്ന് എത്ര പേർക്ക് നമുക്ക് പറയാൻ കഴിയും? അവൻ ചാരിയുള്ളത് കൊണ്ട് അവനിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം, അവരിൽ മാത്രം നമുക്ക് വിധേയപ്പെടാം, അവരിൽ മാത്രം ചേർന്ന് നിൽക്കാൻ ഇടയായി തീരട്ടെ. അവൻ എൻ്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ തുണയെനിക്കേശുവാൻ കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ, തുണയെനിക്കേശുവാൻ കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോ. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോ. തുണയെനിക്കേശുവാൻ കുറവിനിയില്ലതാ. അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പലപ്പോഴും അവൻ്റെ ചിറകിൻ്റെ മറവിൽ ശരണം പ്രാപിച്ചിട്ടുള്ളവര് ഒരുപാട് പേര് ഈ ലൈവിൽ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പകലിലും രാവിലും അവൻ നമ്മളെ പരിപാലിച്ചു കൊണ്ടേയിരിക്കും. അവൻ നമ്മളെ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാളെ പ്രയർ ടവറിൽ വിളിച്ചപ്പോൾ പറയുകയുണ്ടായി, കർത്താവിൻ്റെ വലിയ പരിപാലനം കൊണ്ട് എനിക്ക് ആ പരിപാലനം ഉള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ലൊരു എമൗണ്ട് നഷ്ടപ്പെട്ടു പോകാതെ ഇടയായി തീർന്നത്. ബിസിനസ്സിൽ നല്ലൊരു എമൗണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോകേണ്ടതായിരുന്നു, എല്ലാം തകർന്നു പോകേണ്ടതായിരുന്നു. എന്നാൽ പകയന്റെ കെണിക്കകത്ത് പെട്ടുപോകാതെ കർത്താവിനെ വിടുവിക്കുവാൻ ഇടയായി തീർന്നു. ഇതുപോലുള്ള അനുഭവ സാക്ഷ്യങ്ങൾ അനേകർക്ക് പറയാനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അനേകർക്ക് ഇതേപോലുള്ള അനുഭവങ്ങൾ ഒരു പക്ഷേ പറയാനായിട്ടുണ്ടാകാം. അവൻ നമ്മളെ ചിറകിൻ്റെ മറവിൽ നമ്മളെ സംരക്ഷിച്ചിരിക്കുകയാണ്. ചിറകിൻ്റെ മറവിൽ നമ്മളെ എങ്ങനെയാ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ആയതിനാൽ സന്തോഷത്തോടെ സമാധാന അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടെ പാടാൻ പറ്റുമോ? പകയന്റെ കണ്ണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ
പകർന്നിടും കൃപമഴ പോ പകയന്റെ കണ്ണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താ പകർന്നിടും കൃപമഴ പോ തുണയെനിക്കേശുവാ കുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും അവനീലാകുലത്തിൽ അവൻ മതിയാ തുണയെനിക്കേശുവാ കുറവിനില്ലതാ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അടുത്ത വരികൾ നിങ്ങൾ ശ്രദ്ധിച്ച്. വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലമായി നിന്നെ വല്ലഭൻ കാത്തിടുമേ. വീണ് പോകാമാകുന്ന സാഹചര്യങ്ങൾ വീഴേണ്ടി വന്നാലും വല്ലഭൻ കാക്കും. ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾ വീണ്ടും അറിയിക്കുന്നു, നിങ്ങളെ കാക്കുന്ന, നിങ്ങളെ സംരക്ഷിക്കുന്ന, ചിറകിന്റെ മറവിൽ മറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാവിലെയൊക്കെ വിളിക്കുന്ന സമയത്ത് പലരും പറയാറുണ്ട്, ഒരുപാട് സാമ്പത്തിക പ്രതികൂലത്തിലൊക്കെ ഞങ്ങൾ വീണ് പോകേണ്ടതാണ്. എന്നാൽ അവിടെയൊക്കെ ദൈവം ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു. വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് തലമുറകൾ പോകുമ്പോൾ അവർക്ക് എങ്ങനെ അടുത്ത മാസത്തേക്കുള്ള ഫീസുകളൊക്കെ കൊടുക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ധാരാളം പേരുണ്ട്. ഈ ലൈവിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അത്ഭുതം ചെയ്യാൻ പോവാം. നിങ്ങളെ സഹായിക്കാനായിട്ട് പോവുകയാണ്, നിങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് പോവുകയാണ്, നിങ്ങളെ ബലപ്പെടുത്താനായിട്ട് പോകുകയാണ്. വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലഭൻ കാത്തിടുമേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെ വല്ലഭൻ കാത്തിടുമേ. തുണയെനിക്കേശുവാ കുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്കേശുവാ കുറവിനില്ലതാ അനുദിനം തൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ, ആപത്തു നാളുകളിൽ ആഗതനാമരികൾ ആശ്വസിപ്പിച്ചിടുവാൻ ആകുല നേരത്ത് ചാരേ വരുന്നൊരു ദൈവം, ആകുല നേരത്ത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം. ആ ഒരു സെന്റൻസോടുള്ള ബന്ധത്തിൽ ധാരാളം ഗാനങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം. ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിക്കുന്ന ദൈവം, രോഗക്കിടക്കയിൽ പോലും നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് അറിയുക. ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെ രോഗികളായിട്ട് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അവൻ്റെ അട്ടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകാൻ പോവുകയാണ്. ഇന്ന് അവിടുന്ന് നിങ്ങളെ ശക്തിപ്പെടുത്താൻ പോവുകയാണ്. ആ
രോഗക്കിടക്കയിൽ നിന്ന് ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഒരു പക്ഷെ ചിന്തിച്ചിട്ടില്ലേ, എന്നെ വന്നൊന്ന് കാണാൻ എൻ്റെ ബന്ധുമിത്രാദികൾ ആരും വന്നില്ല, എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും വന്നില്ലല്ലോ, കൂട്ടുകാർ പലരും ഉണ്ടായിരുന്നു, ആരും ഒന്ന് ഫോൺ പോലും ചെയ്ത് ചോദിച്ചില്ലല്ലോ, ആരോഗ്യസ്ഥിതി എങ്ങനെ ഇരിക്കുന്നു ഒന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. അവൻ നിങ്ങളുടെ അരികിലുണ്ട്. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അവൻ്റെ ഒരു ആശ്വാസത്തിൻ്റെ ഒരു സ്പർശനം, ഒരു കരത്തിൻ്റെ സ്പർശനം നിങ്ങൾക്ക് ഇന്ന് അനുഭവിച്ചറിയാൻ കഴിയും. അതുകൂടാതെ തന്നെ നിങ്ങളെ അവൻ വചനത്തിലൂടെ ബലപ്പെടുത്തുകയും വിടുവിക്കുകയും ചെയ്യാൻ പോവുക. ആ കിടക്കയിൽ കിടന്നുകൊണ്ട് നീറുന്ന അവസരത്തിൽ വേദനിക്കുന്ന അവസരത്തിൽ ഹോസ്പിറ്റൽ കിടക്കയിൽ നിങ്ങളായിരിക്കുകയാണ്. നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു കരം, നിങ്ങളെ വിടുവിക്കുന്ന ഒരു കരം. മകനെ, മകളെ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ഉച്ച തൊട്ട് ഉള്ളംകാല് വരെ വിടുവിച്ച് എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണെന്ന് അവൻ അരുളി ചെയ്യുന്നു. സന്തോഷത്തോടെ സമാധാന അന്തരീക്ഷത്തിൽ നമുക്ക് പാടാൻ കഴിയട്ടെ. ആകുലവേളകളിൽ എൻ്റെ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ, ഓ ആകുലവേളകളിൽ എൻ്റെ ആപത്തു നാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ, തുണയെനിക്കേശുവാൻ കുറവിനിയില്ലതാ. അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ, തുണയെനിക്കേശുവാൻ കുറവിനിയില്ലതാ. അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ, ശരണമവൻ തരും ചിറകുകളിൻ കീഴിൽ, പരിചയും പലകയുമാ പരമനിപ്പാരിടത്തിൽ ചേർന്ന് പാടാം. തുണയെനിക്കേശുവാൻ കുറവിനിയില്ലതാ. അനുദിനം താൻ നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദുബായിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് അതുല്യ സിസ്റ്ററേയും കുടുംബത്തെ നന്ദിയോടെ ഓർക്കുന്നു. ദാനമായി കൊടുത്ത കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്ത് എല്ലാം ഈ പ്രിയപ്പെട്ട ഒരു അനുഗ്രഹമായി മാറട്ടെ. 2024 അത്ഭുതത്തിൻ്റെ വർഷമാക്കി ദൈവം മാറ്റണമേ. ഒന്നിനും കുറവില്ലാത്തവരായി ദൈവം കർത്താവെ ഞങ്ങളുടെ കുടുംബത്തെ ഐശ്വര്യമായിട്ട് ആ ദേശത്ത് മാനിക്കണം, വിടുവിക്കണം, പുതിയ വഴികളെ തുറക്കണം, സമാധാന അന്തരീക്ഷ ദൈവം കാക്കണം. കർത്താവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ദാനങ്ങളും കർത്താവെ ഈ ഭവനത്തിൽ അങ്ങ് ചൊരിയണമേ. അങ്ങയുടെ നാമം ചൊല്ലി കർത്താവെ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രിയ കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം, രോഗികളായി ഭാരപ്പെടുന്നവർക്കായി ഇന്ന് പകല് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഒരു അത്ഭുത സൗഖ്യം കൊടുത്തവരെ സഹായിക്കണമേ. നീറുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ, ഭാരപ്പെടുന്നവർ, വേദനിക്കുന്നവർ, തകർന്നിരിക്കുന്നവരെ ദൈവം സൗഖ്യമാക്കണമേ, വിടുവിക്കണമേ.